എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് റിയാക്ഷൻ വീഡിയോയിലൊക്കെ പോവാം. അപ്പൊ ആദ്യത്തെ പേരാണ് ആദം. ഈ ആദം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നുണയും കള്ളങ്ങളൊക്കെ പറഞ്ഞാൽ അതിന്റെ തെളിവ് കൊണ്ട് പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. വാർത്തളം മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് ഡയലോഗി. അവിടെ ഞാൻ വാർത്തളം അടിക്കും, വേണ്ടി വന്നാൽ നിന്നെ തൂക്കിയെടുത്ത് താഴെ അടിക്കും, മനസ്സിലായത്? ഇതുപോലെ ഗൈസ് മുക്കൂതിയെ നിങ്ങൾ കണ്ടായിരുന്നു? ഞാൻ കാണിച്ചു തരാം, നോക്കണ്ട, കാണൂല, അവൻ ഒളിച്ചിരിക്കുക. വേറെ ഒന്നുമല്ല കൂട്ടുകാരെ, ഞാൻ വെല്ലുവിളിച്ചിട്ട് പോലും ഇവിടെ വരാത്തവനാണ് അവനാണല്ല വാണം, മനസ്സിലായോ? ഇവിടെ നല്ല മഴയാണ്. അപ്പൊ ഈ കുണ്ണയും എന്റെ അണ്ടി പുറത്തിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഐ മീൻ സ്റ്റോറിയോ റീലോ ഞാൻ ഇടാൻ വേണ്ടി കാത്തിരിക്കും. ഓ, ഫൈസൽക്ക നിന്നെ കാത്തിരിക്കുകയാണോ? ഓ, എന്തിനാ ഫൈസൽക്ക കാത്തിരിക്കുന്ന? എന്തിനാന്ന് ഞാൻ പറയട്ടെ, നിന്റെ വിളിച്ച് കീറാൻ വേണ്ടിട്ട്, മനസ്സിലാടാ? കാട്ടവരാതി കൂതി കാരണം മൂക്കതിനെ തൊട്ട് കഴിഞ്ഞാൽ റീച്ച്. എടാ കരിഞ്ഞ കാക്ക് കഷ്ടം. എനിക്ക് അങ്ങനെ ഒരു റീച്ച് വേണ്ട. അങ്ങനെ ഒരു റീച്ച് വേണോന്ന് ആഗ്രഹിച്ചവനാണെങ്കിൽ നീ എന്റെ ഹൈലൈറ്റ് എടുത്ത് നോക്കിയാടാ, എത്ര സെലിബ്രിറ്റീസാ ഉള്ളതെന്ന്. അവരടുത്തുനിന്ന് എനിക്ക് പറഞ്ഞിട്ട് സ്റ്റോറി ആയിട്ട് എനിക്ക് സപ്പോർട്ട് വാങ്ങാന്നേ ഉള്ളൂ, മനസ്സിലാടാ? കാക്ക കാഷ്ട കൂതി മുക്കൂതി ഒന്ന് പോടാ. മക്കളെ കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്നെ റിയാക്ട് ചെയ്ത് റീച്ച് ഉണ്ടാക്കിയില്ല. ആ റീച്ചിൽ ഒരു 100 കേട കേക്ക് വരെ കട്ട് ചെയ്തതാണ് ഞാൻ അറിഞ്ഞത്. ഓ ബ്രദർ, നിന്നെ റിയാക്ട് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ പൈസ എത്രന്ന് അറിയോ? 15 കോലി. പോടാന്ന്. എന്റെ പൊന്നു കൂട്ടുകാരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എന്റെ 15 വയസ്സ് തൊട്ട് എനിക്ക് ജോലിക്ക് പോകാൻ മടിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് പോയ ജോലി ഞാൻ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒറ്റ ഒരു ക്ലിപ്പേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഞാൻ മരം വെട്ടുന്ന പണിക്ക് പണ്ട് 15 വയസ്സിൽ എന്തോ പോയതാ. അന്ന് തൊട്ട് ഇന്ന് വരെ, അതായത് ഇന്നലെ വരെ ഞാൻ ജോലിക്ക് പോയിട്ടാ വന്നത്, മനസ്സിലായി? ഇന്നലത്തെ കാണണോ? ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? എടാ എനിക്കിതൊക്കെ മതി ജോലി ചെയ്ത് എനിക്ക് പൈസ ഉണ്ടാക്കാം, അല്ലാണ്ട് നിന്നെ റിയാക്ട് ചെയ്തിട്ട് കാഷ്ടത്തിനൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നാറും. വൃത്തിയായിട്ടവനെ ഒന്ന് പോയാണ്. തലവനും കൂടെ ഉണ്ട്. ആ തലവന്റെ പേരാണ് ഷാജഹാൻ. ഓ, ഇപ്പൊ പറയായി. നേരത്തെ നീ ഇതല്ലല്ലോ പറഞ്ഞ മുക്കൂതി. എല്ലാവർക്കും നമസ്കാരം, ഞാൻ മുക്കുതി. കുറച്ച് പേർക്ക് അറിയാൻ വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമുണ്ട്. നമ്മുടെ ഷാജഹാനിക്ക എന്നെ അദ്ദേഹത്തിന്റെ ഗ്യാങ്ങിലേക്ക് മെമ്പറായിട്ട് വിളിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതൊരു ഓപ്പർച്യൂണിറ്റി ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. സോ റൈറ്റ് ടൈം നിങ്ങൾ വന്നു. താങ്ക് യു സോ മച്ച്. അല്ല, ഞങ്ങളെപ്പോലുള്ള റൊണാൾഡോ ഫാൻസിന് തന്നെ നാണക്കേടാ, അവരാതി. സത്യം പറ, ഇതല്ലേ അവന്റെ റൈറ്റ് അല്ലേ? ഒറ്റ കാര്യം എനിക്ക് ഷാജഹാൻ പറയുന്നതിനെ കുറിച്ച് പറയാനുള്ളൂ. ഞാൻ അവന്റെ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയ അവന് നല്ലോണം പൊളിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലോണം. പിന്നെ പൊളിയാണ്ടിരിക്കോടാ, 40,000 സാലറി വാങ്ങിയിട്ടല്ലേ നീ മുങ്ങിയത്? എന്തു ആടേ? ഗൈസ്, ഞാൻ തെളിവ് കാണിച്ചു തരാം. ഞാൻ ഒരു കാര്യം ചോദിക്കളിയാ, എന്റെ ഈ PSC ഗ്യാങ്ങിൽ സാലറി എത്രയാ? പെട്ടെന്ന് ഒരു 30-40,000. ഓക്കെ. എടാ, ഉണ്ട ചോറിന് നന്ദി കാണിക്കണ്ട, വാങ്ങിയ പൈസക്കെങ്കിലും നന്ദി കാണിച്ചു വിട്രാ നായേ. എനിക്ക് എന്റെ സ്വന്തം കണ്ടന്റ് ചെയ്യാൻ പോലും അത് അധികാരമില്ലായിരുന്നു. അതെന്താ നിന്നെ അവിടെ പിടിച്ച് കെട്ടിയിട്ടിരുന്നു? സത്യം പറയല്ലേ ഗൈസ്, എനിക്ക് അങ്ങനെ ഒരു അനുഭവം അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവൻ വെറും ഉടായിപ്പ. അത് കാരണം പുണ്ടാവനെ ഇക്കാന്ന് വിളിച്ചത് കുണ്ണാന്ന് ഇങ്ങനെ വിളിപ്പിച്ചതേ. ഓ, ഇതാര് പറയുന്ന മുക്കൂതിയോ? എടാ, നിന്നെ ഞാൻ ചേട്ടൻ എന്നല്ലേടാ വിളിച്ചത്, എന്നിട്ട് നീ എന്റെ വായ കൊണ്ട് വേറെ വിളിപ്പിച്ചില്ലടാ വൃത്തിയായിട്ടവനെ. ഒന്ന് പോടാ. നീ തന്നെ തള്ളക്ക് ഒരു കാര്യം വിളിച്ചോണ്ടാണോ, മനസ്സിലായ? അപ്പൊ നിന്നോട് കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പണത്തിന് വരെ ഒരു പരുന്നും പറക്കല നീ പണ്ട് തൊട്ട് പറയാം. ആടാ, അങ്ങേരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിരിക്കും. കാരണം എന്റെ ലൈഫിൽ എനിക്ക് അനുഭവം ഉണ്ട്, മനസ്സിലാ? കാട്ടുകൂതി മുക്കൂതി വേറെ ഒന്നും കൊണ്ടല്ല. നിനക്ക് മനസ്സിലാവത്തില്ല, കാരണം നിനക്കെല്ലാരും ഊറ്റി ജീവിച്ചാൽ മതിയല്ലോ. മഴ വീട്ടിൽ പോട്ടോ? വീട്ടിലല്ല പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഗൈസ്? അവന്റെ ബാക്കിലുള്ള പാലത്തിന്റെ അടിയിൽ പോകുന്ന ഇവൻ. ഓക്കെ ഗൈസ്, ലവ് യു, താങ്ക് യു. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.